മുണ്ണകളുടെ ഓശാന. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന് കീഴിൽ കാതോലിക്കയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി അഥവാ കോട്ടയം ചെറിയ പള്ളി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ദേവാലയത്തിൽ ഇക്കഴിഞ്ഞ ഓശാന പെരുന്നാൾ ദിനത്തിൽ ശുശ്രൂഷകൾക്കിടയിൽ അരങ്ങേറിയ ചില സംഭവ വികാസങ്ങളാണ്. ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമായിട്ടുള്ളവരാണ് ഈ വർഗം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. സഹോദരൻ്റെ അവനുണ്ടാക്കിയ പള്ളികൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന് അടികൂടുന്ന, മൃതദേഹങ്ങൾ വെച്ച് വഴിയിൽ കിടന്ന് കടിപിടി കൂടുന്ന ഈ വർഗത്തെക്കുറിച്ച് ഇതിനു മുമ്പും ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്. വന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ അപമാനമായ ഈ കൂട്ടർ ഓർത്തഡോക്സ് സഭയുടെ PRO ആണ് ഈ ഇടവകയുടെ വികാരിയായ മോഹൻ ജോസഫ്. ഇദ്ദേഹം വന്ന ശേഷം ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടവകയിൽ 2 ഗ്രൂപ്പുകളാക്കി. അർഹതപ്പെട്ട പലരെയും പൊതുയോഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇദ്ദേഹം തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായി ഇടവകയിലെ ഒരു വിഭാഗം ജനങ്ങൾ കാതോലിക്കയായ വാഴൂർ മത്തായിക്ക് പരാതി കൊടുത്തു. എങ്കിലും തരികടകൾ കാട്ടി ഇദ്ദേഹത്തിൻ്റെ സിൽബന്ധികൾ വിജയിച്ചതായി പ്രഖ്യാപിച്ച് ഇവർ ഇത് കാതോലിക്കയെ അറിയിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ കാതോലിക്കയ്ക്ക് പരാതി കൊടുത്തതിൻ്റെ കലിപ്പ് ഓശാന ഞായറാഴ്ച ശുശ്രൂഷകൾക്കിടയിൽ ഇദ്ദേഹം പള്ളിയിലെത്തിയ ഇടവക ജനങ്ങളോട് പറയുന്നത് കേൾക്കുക. കഷ്ടാനുഭവവാരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ആ പരിപാവനമെന്ന് ഇവർ പറയുന്ന ആ ദിനത്തിലാണ് ഈ കന്നന്തിരിവുകൾ എന്നോർക്കണം. ഇടവകയിലെ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാം, പൊതുയോഗത്തിന്റെ ക്രമീകരണത്തിന്റെ ആദ്യ ഭാഗം മുതൽ വളരെയധികം ടെൻഷനുകളുണ്ടായിരുന്നു. ആദ്യ ലിസ്റ്റ് ഇട്ടപ്പോൾ ഏതാണ്ട് 80 പേരോളം ലിസ്റ്റിന് പുറത്തായിരുന്നു. അതിലൊരു 30-40 പേരോളം പരാതി നൽകി. അവരുടെ പരാതി അനുസരിച്ച് അത്രയും പേരെ പൊതുയോഗത്തിൽ പങ്കെടുക്കാനുള്ള അർഹത നൽകി. പരാതി നൽകാത്തവരെ ഒഴിവാക്കി. അതിനുശേഷം അടുത്ത ലിസ്റ്റ് ഇട്ടു. അങ്ങനെ 2-3 ലിസ്റ്റുകൾ, ആദ്യത്തെ ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ്, നോമിനേഷന്റെ ലിസ്റ്റ്, അതിന്റെ ഫൈനലൈസേഷൻ, ഇങ്ങനെ കുറെ ലിസ്റ്റുകൾ ആദ്യത്തെ ആഴ്ചയിലെ ക്രമീകരണത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പലരും അതേക്കുറിച്ച് ബോധ്യമുള്ളവരല്ല എന്നുള്ളത് എനിക്കറിയാം. ഈ ഇലക്ഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാവുള്ളൂ. അനൗൺസ്മെന്റ് കൊണ്ടൊന്നും മനസ്സിലാവില്ല. പക്ഷെ വളരെ വലിയൊരു പ്രൊസീജിയറാണ്. എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും തോറ്റുപോകുന്ന ഒരു പരിപാടിയാണ് ചെറിയ പള്ളിയിലെ ഇലക്ഷൻ പൊതുയോഗം. ഇപ്രാവശ്യം നടത്തിയപ്പോൾ എന്റെ ഒരു പ്രാർത്ഥന, ദൈവമേ മേലാൽ ഒരച്ഛനും ഈ ഗതി, എനിക്കെന്നല്ല, ഒരച്ഛനും ഈ ഗതി വരുത്തരുതേ എന്നുള്ളതായിരുന്നു. ഇവിടെ ഇലക്ഷൻ നടത്തിയിട്ടുള്ള കോലേജുകൾക്ക് ഇരിപ്പുണ്ടെന്ന് ഞാൻ മറക്കുന്നില്ല. അന്നത്തെ സാഹചര്യം ഒന്നും വല്ലച്ച ഇന്നത്തെ. അതുകൊണ്ട് ഇലക്ഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ഒരു പരാതി സമർപ്പിച്ചതിനെ തുടർന്ന് 2 നിരീക്ഷകരും 12 വൈദിക സെമിനാരി വിദ്യാർത്ഥികളും ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. എത്ര ബൃഹത്തായ ഒരു ചെലവാണ് ഈ കാര്യത്തിലേക്ക് വരുന്നത്. ആരെയെങ്കിലും ഒന്ന് ട്രസ്റ്റി ആക്കാനോ സെക്രട്ടറി ആക്കാനോ കമ്മിറ്റി ആക്കാനോ ചെറിയ പള്ളി നടത്തുന്ന ശ്രമം നമ്മൾ പല കാര്യങ്ങൾക്കും പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ചെറിയ പള്ളി ചെലവഴിക്കുന്നത് ഇവർക്കെല്ലാം തീയ കൊടുക്കണം. തീയ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനൊക്കില്ല. പന്തലിടുന്ന കാര്യം, മറ്റ് എല്ലാ കാര്യത്തിലും. ഈ 2 നിരീക്ഷകരും 12 ഷെന്മാശന്മാരും കൂടെയാണ് വോട്ടിങ്ങിന്റെ മുഴുവൻ ക്രമീകരണം നടത്തിയത്. വോട്ട് ചെയ്യാൻ വന്ന നിങ്ങൾക്കറിയാം, ഞാൻ അവിടെ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ ക്രമീകരണങ്ങളിലൊന്നും ഞാൻ പങ്കുചേർന്നില്ല. വോട്ട് എണ്ണിയെടുത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. റിസൾട്ട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അവിടേക്ക് എത്തിയത്. ഇത് കഴിഞ്ഞ് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒരു പരാതി നൽകി. ഇത് ഓശാന പെരുന്നാളിന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ ഉയർപ്പ് പെരുന്നാളിന്റെ സന്തോഷമുണ്ട്, അച്ഛനെന്ന് ദുഃഖവെള്ളിയാഴ്ച, അത് ഒന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ കൊടുത്ത പരാതിക്ക് എഴുതിയിരിക്കുന്നത് വോട്ടിങ്ങിൽ വികാരി തിരിമറി നടത്തിയിട്ടതാണ്. വോട്ടിങ്ങിൽ വികാരി തിരിമറി നടത്തിയത്. തിരിമറി നടത്തിയെങ്കിൽ പരാതി പറയാനൊക്കെ അവസരമുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഈ മുറിയിലുണ്ട്. തിരിമറി നടത്തിയതിന്റെ എന്തെങ്കിലും തെളിവ് ഈ പറഞ്ഞ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഹാജരാക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ സാധനം മുഴുവൻ എടുത്തുകൊണ്ട് ഞാൻ ഈ പള്ളിയോട് യാത്ര പറയുക. സത്യത്തിന് യാതൊരു വിലയില്ലാത്ത ബാബാദിന്റെ അടുത്ത് 7ാമത്തെ പരാതിയാണ്. ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് ഈ പരാതിയെ കുറിച്ച് ഞാൻ ബോധേടല്ല. തിരുവേണ്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതനുസരിക്കും. പ്രിയപ്പെട്ടവരെ, അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അദ്ദേഹം ഞങ്ങളുടെ വികാരി ആയിരിക്കുന്ന
പറയുന്നത് ഞങ്ങൾക്ക് അപമാനമാണ്. അതിനേക്കാൾ പ്രത്യേകത അദ്ദേഹം സഭയുടെ PRO ആയിരിക്കുന്നു എന്നുള്ളത് ഓർത്തോളം. ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഒപ്പിട്ട് കൊടുത്ത പരാതിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വോട്ടിംഗ് നടന്നതിൽ മുഴുവൻ നിങ്ങളുടെ മിക്കപേരും സാക്ഷികളായിരുന്നു. അതിന്റെ ക്രമീകരണങ്ങളിൽ ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ടാർഗറ്റ് ചെയ്ത് ഒരുക്കുന്നതാണ്. ഇതൊരു വികാരത്തിന് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്റെ മാനസികാവസ്ഥ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് മാത്രം 2 ലൈനായിട്ട് വരാൻ കൈമുട്ടാം. പാതിരിയുടെ ഈ വാക്കുകൾ കേട്ട അടിമ കുഞ്ഞാടുകൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പള്ളിമുറിയിലേക്ക് ഇടിച്ചെത്തി ഓഫീസിലുണ്ടായിരുന്ന ഭാരവാഹികളെ പാതിരിക്കെതിരെ പരാതി കൊടുക്കുമോടാ എന്ന് ചോദിച്ച് കായികമായി ആക്രമിച്ചു. പരാതി നൽകിയവരെ ആക്രമിച്ച് ബാക്കിയുള്ളവരെ ഓടിച്ചു വിട്ടിട്ട് മോഹൻ എന്ന കൂതാശത്തൊഴിലാളി ഭിത്തിയുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ പതുങ്ങി നിന്ന് അടുത്ത വിഷമമിപ്പിക്കൽ പരിപാടി നടത്തുന്നത് കാണുക. 2 ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണും. ബാബാതിരിമേനിയുടെ പറഞ്ഞു ഞാൻ 7 പ്രാവശ്യമായി ഇപ്പോൾ ചെറിയ പള്ളിക്കാരുടെ കാര്യത്തിൽ ഇടപെടും. ബാബ പറഞ്ഞു ഞാൻ 33 വർഷമായിട്ട് ഈ പണിയെ ചെയ്തോണ്ടിരിക്കും. ഇത് ഓരോ ദിവസവും നമ്മളിങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഈ കമ്മിറ്റിക്കാർ നാണം കെട്ട പണിയാണ്. 2.25 മണിക്കൂറാണ് കമ്മിറ്റിക്കാരെ വെച്ചോണ്ട് എന്നെ വെച്ചോണ്ട് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ മുഴുവൻ കേട്ടിട്ട് തന്ന കൽപ്പന അവർ കൊടുത്ത കംപ്ലൈന്റ് നേരെ വിരുദ്ധമായി പോയി. AC വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്ത AC വെക്കണമെന്നും പറഞ്ഞ് കൽപ്പന. കാരണം അവർ ആ കൂട്ടത്തിൽ ഇവരോട് പറഞ്ഞതാണ് പൊതുയോഗം തീരുമാനിക്കുന്നത് നടപ്പിലാക്കാനേ നിങ്ങൾക്കും എനിക്കും ഒപ്പുള്ളൂ. തിരുമേനി ചോദിച്ചു 2ാം പ്രാവശ്യം പൊതുയോഗം തീരുമാനിച്ച് എനിക്ക് എങ്ങനെയാ പറ്റിയുള്ളത് പറയാനത്. അങ്ങനെ അത് എന്നാൽ ഇവർക്കത് മനസ്സിലാവത്തില്ല. ചെറിയ പള്ളി മാനേജിംഗ് കമ്മിറ്റിക്ക് പൊതുയോഗം തീരുമാനിച്ചത് നടപ്പിലാക്കാനാണ് അവരൊക്കെ അവരുടെ സുപ്രീം വികാരിക്കും എല്ലാത്തിനും അധീനം. ട്രസ്റ്റി ആയിരിക്കുന്നവർക്കൊരു ധാരണയുണ്ട് അവരാണ്. ഞാനിപ്പുറത്ത് ചെക്കിന്റെ സൈഡിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം എത്തിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാനിതൊക്കെ വകവെച്ചു കൊടുത്തത് ഈ പള്ളി സമാധാനമായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ ഇത്രയും വലിയൊരു ശുശ്രൂഷ നടത്തിയപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ഒരുങ്ങിയാണ് ഞാൻ ആ ശുശ്രൂഷ നടത്തിയത്. കാരണം അത്ര ദയനീയമായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഇവര് ബാബാതിരുമേന്റെ അടുത്ത് എനിക്കെതിരെ ഉന്നയിച്ചത്. തോറ്റതിന്റെ പരാജയത്തിന്റെ ഒരു സങ്കടം ഇട്ടേച്ച് പോകാനുള്ള മടി നാണം അങ്ങനെയുള്ളവരെ നാണം കെടുത്തുന്ന പണി ഞാൻ എനിക്ക് സങ്കടമുണ്ട് സത്യത്തിൽ ഇത് പറയാൻ. ഇവര് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇവർ ഓരോ വീട്ടിലും എനിക്കറിയാം. എന്റെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോരുത്തരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഓരോ വീട്ടിലും കയറി പറഞ്ഞ കാര്യം. പക്ഷെ നമുക്കിപ്പോ ഒരു വിസ്താരത്തിലേക്ക് വിചാരത്തിലേക്ക് പോകേണ്ട. പള്ളിയുടെ ഒരു അന്തസ്സ് നോക്കും. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലോ എന്റെ വികാരം എന്താണ്, എന്റെ മാനസികാവസ്ഥ എന്താണ്. പള്ളിക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം തിരിച്ചു പോകാം. അച്ഛന്റെ വികാരങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് പലതും ഞങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരുന്നല്ലേ. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യണമെന്ന ലക്ഷ്യ ഉദ്ദേശത്തിലാണ് അച്ഛനെ സംബന്ധിച്ച് അതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഇവർ പറഞ്ഞിട്ടുള്ള ഇത് കഴിയുമ്പോൾ ഇവർ നടത്തുന്ന സങ്കടകരമായ വാക്കുകളൊക്കെ നിങ്ങൾ ഇത്രയും ഒരു ഇമോഷണൽ ആയിട്ട് എന്റെ രജിസ്റ്ററിൽ ഒരു പള്ളി ഞാൻ മാറ്റി എഴുതാൻ പറ്റും. ഓശാനന്ദനും ഒരിറ്റ് മനസ്സമാധാനത്തിനു വേണ്ടി പള്ളിയിൽ വരുന്ന
വിശ്വാസികളുടെ മുന്നിലാണ് ഈ തൊപ്പിത്തൊഴിലാളിയുടെ തെമ്മാടിത്തരം അരങ്ങേറിയത് എന്നോർക്കണം. ഇവന്മാരാണ് കഴിഞ്ഞയാഴ്ച കോട്ടയത്ത് പൈതൃക സമ്മേളനം നടത്തിയത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവന്മാരുടെ പൈതൃകം.